നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വെൽക്കം ടു മൈ PSC ബുള്ളറ്റ്. രക്തം കട്ട പിടിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ്? 4.2 മിനിറ്റ്, 2.3 മിനിറ്റ്, 3 മുതൽ 6 മിനിറ്റ് വരെ, 5 മിനിറ്റ്. 3 മുതൽ 6 മിനിറ്റ് വരെ. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ: മഞ്ഞ വൃത്തം, നീല വൃത്തം, കറുപ്പ് വൃത്തം, വെള്ള വൃത്തം. ലോക പ്രമേഹ ദിനത്തിൻ്റെ ലോഗോ നീലവൃത്തത്തിലാണ്. ആഡ്രിനൽ ഗ്രന്ഥി കാണപ്പെടുന്നത് എവിടെ? 2 വൃക്കകളുടെയും മുകളിൽ, പേശികളിൽ, ഹൃദയഭാഗത്ത്, മാറിലിന് താഴെ. 2 വൃക്കകളുടെയും മുകളിൽ. വൈറ്റമിൻ ഇയുടെ അപര്യാപ്തത മൂലമുണ്ടാകുന്ന രോഗം ഏത്? വന്ധ്യത, നിശാന്തത, വില്ലൻ ചുമ, കോളറ. വൈറ്റമിൻ ഇയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് വന്ധ്യത. മുതിർന്നവരിലെ നട്ടെല്ലിലെ കശേരുകളുടെ എണ്ണം എത്ര? 18, 23, 24, 26. മുതിർന്നവരിലെ നട്ടെല്ലിലെ കശേരുകൾ 26 ആയിരിക്കും. 18 വയസ്സിന് താഴെയുള്ള ജന്മനാ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്ന പദ്ധതി സുഹൃതം, ഹൃദ്യം, സ്വാസ്ഥ്യം, സ്നേഹപൂർവം. ഹൃദ്യം എന്ന പദ്ധതിയാണ്. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് എന്ന്? ഏപ്രിൽ 13, മാർച്ച് 4, നവംബർ 10, ഡിസംബർ 23. ദേശീയ കർഷക ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 23-നാണ്. മഴവില്ലിൻ്റെ ആകൃതി എന്താണ്? വൃത്തം, അർദ്ധവൃത്തം, ചതുരം, സമചതുരം. മഴവില്ലിൻ്റെ ആകൃതി. മഴവില്ലിൻ്റെ ആകൃതി അർദ്ധവൃത്തമാണ്. പരീക്ഷണശാലകളിൽ ജൈവ സാമ്പിളുകളും മൃതശരീരവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? കാപ്സസിൻ, അസറ്റോൺ, ഫോർമാൽഡിഹൈഡ്, ഫിനോഫ്തലിൻ. ഫോർമാൽഡിഹൈഡാണ്. മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം: ലാസ്യം, ക്രോധം, വിഷാദം, ഹാസ്യം. മോഹിനിയാട്ടത്തിൻ്റെ അടിസ്ഥാന ഭാവം ലാസ്യമാണ്. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത്? സീതാസ്വയംവരം, ബാലവധം, നളചരിതം ആട്ടക്കഥ ഇവയൊന്നുമല്ല. കേരളത്തിൻ്റെ ശാകുന്തളം എന്നറിയപ്പെടുന്നത് നളചരിതം ആട്ടക്കഥയാണ്. അറിഞ്ഞതിൽ പാതി പറയാതെ പോയി, പറഞ്ഞതിൽ പാതി പതിരായി പോയി. ഇതാരുടെ വാക്കുകളാണ്? വള്ളത്തോൾ, കുഞ്ഞുണ്ണി മാഷ്, ബാലചന്ദ്രൻ ചുള്ളിക്കാട്, പന്തളം കേരളവർമ്മ. ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ വാക്കുകളാണ്. മിതവാദി കൃഷ്ണൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആര്? സി കൃഷ്ണൻ, മൂർക്കോത്ത് കുമാരൻ, ടി ശിവശങ്കരൻ, ബാലകൃഷ്ണപിള്ള. സി കൃഷ്ണനാണ്. നായർ പേപ്പർ എന്നറിയപ്പെടുന്ന പത്രം ഏത്? കേസരി, കേരള പത്രിക, ദേശാഭിമാനി, മാതൃഭൂമി. നായർ പേപ്പർ എന്നറിയപ്പെടുന്ന പത്രമാണ് കേരള പത്രിക. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആര്? പി സക്കറിയ, തിക്കൊടിയാൻ, UA ഖാദർ, കെ സച്ചിദാനന്ദൻ. പ്രഥമ മാതൃഭൂമി സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി തിക്കൊടിയാനാണ്. ഓളപ്പരപ്പിലെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത്? അയ്യങ്കാളി വള്ളംകളി, ചമ്പക്കുളം വള്ളംകളി, നെഹ്റു ട്രോഫി വള്ളംകളി, ഉത്രട്ടാതി വള്ളംകളി. നെഹ്റു ട്രോഫി വള്ളംകളിയാണ്. ആരാധനാലയങ്ങളുടെ ജില്ല ഏത്? പത്തനംതിട്ട, പാലക്കാട്, ആലപ്പുഴ, തൃശ്ശൂർ. ആരാധനാലയങ്ങളുടെ ജില്ല എന്നറിയപ്പെടുന്നത് പത്തനംതിട്ടയാണ്. ലോക ഷൂട്ടിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിതയാര്? ശർമിള ദേവി, തേജസ്വിനി സാവന്ത്, PV സിന്ധു, രുക്മിണി ദേവി.
തേജസ്വിനി സാവന്താണ്. സ്പെയിനിൻ്റെ ദേശീയ കായിക വിനോദം ഏത്? അമ്പെയ്ത്ത്, കബഡി, കാളപ്പോര്, ക്രിക്കറ്റ്. സ്പെയിൻ എന്ന രാജ്യത്തിൻ്റെ ദേശീയ കായിക വിനോദമാണ് കാളപ്പോര്. നവോത്ഥാനം ആരംഭിച്ച രാജ്യം ഏത്? ഇറ്റലി, യൂറോപ്പ്, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്. നവോത്ഥാനം ആരംഭിച്ചത് ഇറ്റലിയിൽ നിന്നുമായിരുന്നു. കാക്കേ കാക്കേ കൂടെവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ? ഈ വരികൾ എഴുതിയതാര്? തകഴി, വള്ളത്തോൾ, ഉള്ളൂർ, കുമാരനാശാൻ. ഉള്ളൂരിൻ്റെ വരികളാണ്. ദൈവമേ കൈതൊഴാം കേൾക്കുമാറാകണം എന്നാരംഭിക്കുന്ന പ്രാർത്ഥന രചിച്ചതാര്? വൈകുണ്ഠസ്വാമികൾ, ശ്രീനാരായണ ഗുരു, പന്തളം കേരളവർമ്മ, കുമാരനാശാൻ. പന്തളം കേരളവർമ്മയായിരുന്നു. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി? വിജയൻ, ബാലകൃഷ്ണകുമാർ, പത്മകുമാർ, ശ്രീകുമാർ. ആശാമേനോൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ശ്രീകുമാറാണ്. മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവി? കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി, വള്ളത്തോൾ, ചങ്ങമ്പുഴ. മലയാളത്തിലെ ഓർഫ്യൂസ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട കവിയാണ് ചങ്ങമ്പുഴ. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകൻ ആര്? കൊട്ടാരക്കര തമ്പുരാൻ, പരുമല തിരുമേനി, കെ സുകുമാരൻ, ഉള്ളൂർ. കേരള കൗമുദി പത്രത്തിൻ്റെ സ്ഥാപകനായിരുന്നു കെ സുകുമാരൻ. പത്മഭൂഷൺ നേടിയ മലയാള കവി ആര്? സുകുമാരൻ പോറ്റി, ജി ശങ്കരക്കുറുപ്പ്, തോപ്പിൽ ഭാസി, ഇ വി കൃഷ്ണപിള്ള. പത്മഭൂഷൺ നേടിയ മലയാള കവിയാണ് ജി ശങ്കരക്കുറുപ്പ്. നീർമാതളം പൂത്ത കാലം ആരുടെ കൃതിയാണ്? മലയാറ്റൂർ രാമകൃഷ്ണപിള്ള, ആനന്ദൻ, മാധവിക്കുട്ടി ഇവരാരുമല്ല. നീർമാതളം പൂത്ത കാലം മാധവിക്കുട്ടിയുടെ കൃതിയാണ്. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശരിയായ പേര് എന്ത്? രാജശേഖരൻ, രാമവർമ്മ, ശ്രീവർമ്മ, രാമപിള്ള. കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ്റെ ശരിയായ പേര് രാമവർമ്മ എന്നാണ്. വന്ദിപ്പിൻ മാതാവിനെ എന്നാരംഭിക്കുന്ന ദേശഭക്തിഗാനം രചിച്ച കവി? അച്യുതമേനോൻ, മലയാറ്റൂർ രാമകൃഷ്ണൻ, സച്ചിദാനന്ദൻ, വള്ളത്തോൾ. വള്ളത്തോളായിരുന്നു രചിച്ചത്. ONVയുടെ വയലാർ അവാർഡ് നേടിയ കൃതി? മാറിടം, ഉപ്പ്, സിന്ദൂരം, നെറ്റിത്തടം. ONV കുറിപ്പിൻ്റെ വയലാർ അവാർഡ് നേടിയ കൃതിയാണ് ഉപ്പ്. കേരള സർക്കാർ ഔദ്യോഗിക ഭാഷാ ആക്ട് പാസാക്കിയ വർഷം? 1966, 1965, 1967, 1969. ഔദ്യോഗിക ഭാഷാ ആക്ട് പാസാക്കിയത് 1969 മഹാഭാരതം പരിഭാഷപ്പെടുത്തിയത് എത്ര ദിവസം കൊണ്ടാണ്? 867 ദിവസം, 874 ദിവസം, 871 ദിവസം, 870 ദിവസം. മഹാഭാരതം പരിഭാഷപ്പെടുത്തിയത് 874 ദിവസം കൊണ്ടാണ്. ഉറൂബിൻ്റെ ശരിയായ പേര് എന്താണ്? സി ഉണ്ണികൃഷ്ണൻ, പി സി കുട്ടിക്കൃഷ്ണൻ, കുഞ്ഞൻ പിള്ള, മാധവൻ നായർ. ഉറൂബിൻ്റെ ശരിയായ പേര് പി സി കുട്ടിക്കൃഷ്ണൻ എന്നാണ്. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ സംസ്കൃത സ്വാധീനം ഏറ്റവും കുറവുള്ള ഭാഷ? തെലുങ്ക്, മലയാളം, കന്നഡ, തമിഴ്. ദക്ഷിണേന്ത്യൻ ഭാഷകളിൽ സംസ്കൃത സ്വാധീനം ഏറ്റവും കുറവുള്ളത് തമിഴിനാണ്. എഴുത്തിൻ്റെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രൂപം? ചിഹ്നങ്ങൾ, വാക്യങ്ങൾ, അക്ഷരങ്ങൾ ഇവയൊന്നുമല്ല. എഴുത്തിൻ്റെ ഏറ്റവും ചെറിയ സ്വതന്ത്ര രൂപമാണ് അക്ഷരങ്ങൾ. ഏത് കലയുമായി ബന്ധപ്പെട്ട വാദ്യമാണ് തപ്പ്? കഥകളി, ചാക്യാർ കൂത്ത്, കൂടിയാട്ടം, പടയണി. തപ്പ് പടയണിയുമായി ബന്ധപ്പെട്ട വാദ്യമാണ്. കഥാപാത്രങ്ങൾക്ക് പേരില്ലാത്ത മലയാള നോവൽ?
ഒരു സങ്കീർത്തനം പോലെ, കാക്കനാടൻ, മരണ സർട്ടിഫിക്കറ്റ്, കേശവൻ്റെ വിലാപങ്ങൾ. കഥാപാത്രങ്ങൾ പേരില്ലാത്ത മലയാളം നോവലാണ് മരണ സർട്ടിഫിക്കറ്റ്. ഗീതാഗോവിന്ദം വിവർത്തനം ചെയ്തത് ഏതു പേരിൽ? ഗോവിന്ദഗീത, ഗീത, ദേവഗീത ഇവയൊന്നുമല്ല. ഗീതാഗോവിന്ദം വിവർത്തനം ചെയ്തത് ദേവഗീത എന്ന പേരിലാണ്. പേരാർ എന്നുമറിയപ്പെടുന്ന നദി ഏത്? ബ്രഹ്മപുത്ര, പമ്പ, പെരിയാർ, ഭാരതപ്പുഴ. പേരാർ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ്. തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് എന്ന്? ഡിസംബർ 7, ഡിസംബർ 12, ഡിസംബർ 4, ഡിസംബർ 31. തുഞ്ചൻ ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 31-നാണ്. ഒരു ഒച്ചിന് എത്ര കാലുകളാണ് ഉള്ളത്? ഒരു കാൽ, 2 കാലുകൾ, 3 കാലുകൾ, 4 കാലുകൾ. ഒരു ഒച്ചിന് അഥവാ അച്ചിളിന് ഒരു കാൽ മാത്രമാണുള്ളത്. സോണി ഏത് രാജ്യത്തിൻ്റെ ഇലക്ട്രോണിക് ഉൽപ്പന്ന രംഗത്തെ കമ്പനിയാണ്? ഇന്ത്യ, അമേരിക്ക, സിറിയ, ജപ്പാൻ. സോണി ജപ്പാൻ്റെ കമ്പനിയാണ്. UN പതാകയുടെ നിറം എന്ത്? പച്ച, ചുവപ്പ്, മഞ്ഞ, നീല. UN പതാകയുടെ നിറം. UN പതാകയുടെ നിറം നീലയാണ്. പേർഷ്യ ഇപ്പോൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, ഇറാൻ ഇവയൊന്നുമല്ല. പേർഷ്യ ഇപ്പോൾ അറിയപ്പെടുന്നത് ഇറാൻ എന്നാണ്. പത്മശ്രീ നിരസിച്ച മലയാളി ആര്? വേലായുധൻ, സുകുമാരൻ തമ്പി, പത്മനാഭൻ, കെ കേളപ്പൻ. പത്മശ്രീ നിരസിച്ച മലയാളി കെ കേളപ്പനായിരുന്നു. ഇന്ദിരാ ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സുരക്ഷ, ശൗചാലയം, പാർപ്പിടം, ഭക്ഷണം. ഇന്ദിരാ ആവാസ് യോജന ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാർപ്പിടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഉറങ്ങുന്ന ഒരാളുടെ രക്തത്തിൻ്റെ ഒഴുക്കിന് സംഭവിക്കുന്ന മാറ്റം എന്ത്? കുറയുന്നു, കൂടുന്നു, മന്ദഗതിയിലാകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. ഉറങ്ങുന്ന ഒരാളുടെ രക്തത്തിൻ്റെ ഒഴുക്ക് കുറയുന്നു. അക്ബർ ജസിയ നിർത്തലാക്കിയ വർഷം? 1561, 1562, 1563, 1564. അക്ബർ ജസിയ നിർത്തലാക്കിയ വർഷം 1564-ലായിരുന്നു. മലയാളത്തിലെ ആദ്യത്തെ പത്രമായ രാജ്യസമാചാരം എവിടെ നിന്നുമാണ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്? തിരുവനന്തപുരം, കൊച്ചി, മുഴുപ്പിലങ്ങാട്, തലശ്ശേരി. രാജ്യസമാചാരം പ്രസിദ്ധീകരണം ആരംഭിച്ചത് തലശ്ശേരിയിൽ നിന്നുമായിരുന്നു. സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിന് ആഗ്രഹിക്കുന്നു എന്നതിൻ്റെ സൂചന എന്ത്? നാണം, കെട്ടിപ്പിടുത്തം, ഉമ്മ കൊടുക്കുന്നത്, ചുണ്ട് കടിക്കുന്നത്. ചുണ്ട് കടിക്കുന്നതാണെന്ന് പറയപ്പെടുന്നു.